മുത്തശ്ശി ഫോൺ വെക്കണ്ട. എനിക്ക് ചെറിയമ്മയോട് സംസാരിക്കണം. മുത്തശ്ശി ഫോൺ സ്പീക്കറിലിട്ട് വെച്ച്. രാധിക മോൾക്ക് നിന്നോടെന്താ സംസാരിക്കാനുണ്ടെന്ന്. ഓ, അവൾക്കെന്താണാവോ എന്നോട് സംസാരിക്കാനുള്ളത്? എന്തടി? ചെറിയമ്മ പറയുന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ സംസാരിച്ചത് എന്റെ വീട്ടിലാ. അതന്വേഷിക്കേണ്ട കാര്യം നിനക്കെന്താ? പക്ഷെ സംസാരിക്കുന്നതേ എന്റെയും വരുണിന്റെയും മുത്തശ്ശിയോടാ. ദൈവത്തിന് നിരക്കാത്ത രീതിയില്ല ഇപ്പൊ നിങ്ങളുടെ അഹങ്കാരം. അച്ഛനും അമ്മയും മുത്തശ്ശിയും വേദനിപ്പിച്ച അതിന്റെ ഫലം എന്താ നിങ്ങൾക്ക് അറിയോ? ദൈവത്തിന്റെ ശിക്ഷ എന്താണെന്നറിയോ? നിർത്തടി. ദേ, നീ ദൈവത്തിനെ കൈ കൊണ്ടിരുന്ന ആളല്ലേ? എന്നിട്ട് ആ ദൈവം നിനക്ക് എന്താ തന്നത്? ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ടോ? പോട്ടെ, കേറിക്കിടക്കാൻ കൂരയുണ്ടോ? പിന്നെ അവന് നാണോ ഇല്ലാത്തതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചോണ്ട് പോയപ്പോ അവൻ കൂടെ വന്നു. അത് സത്യം. അല്ല, വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ, കൊട്ടിഘോഷിച്ച് മഹാറാണിയെ പോലെ കൊണ്ടു നടന്ന നിന്റെ അമ്മ. ആ അമ്മ ഇപ്പൊ ദൈവം കാത്തോ? ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് വല്ല അറിയാവോ? എന്നിട്ട് അവള് ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ വരുന്നു. എനിക്ക് വന്നൊരു വീഴ്ചയ്ക്ക് ഞാൻ ദൈവത്തിനെ കുറ്റപ്പെടുത്തില്ല. ദൈവം നമുക്കൊരു നേട്ടം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മളെ പരീക്ഷിക്കും. അതിന് സംശയമൊന്നുമില്ല. ആ പരീക്ഷണമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. ആ പിന്നെ വരുണിന്റെയും എന്റെയും കാര്യം. വരുണിനൊരു തിരിച്ചുവരവില്ലാന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ വരുണിനെ എനിക്കറിയാം. വരുണിന്റെ മനസ്സിലൊരു തീയുണ്ട്. അതിനനുസരിച്ച് വരുൺ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആർക്കും വരുണിന്റെ ഒപ്പം എത്താൻ പറ്റില്ല. പിന്നെ എന്റെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. ദൈവം എന്നുള്ളത് സത്യമാണെങ്കിൽ എന്റെ അമ്മ വരും, എന്റെ കൂടെ ഉണ്ടാവും. ആ, നേടാനുള്ളതൊക്കെ നേടിയിട്ട് നീ ഇങ്ങോട്ട് വാ, അപ്പൊ നമുക്ക് കാണാം. അതുവരെ കണിമംഗലത്തെ കാര്യങ്ങൾക്ക് നിന്റെ ഒരു ഉപദേശവും വേണ്ട. നീ ഇടപെടാനും പാടില്ല, മനസ്സിലായോടി? ഇനി അധികകാലം ഇല്ല എടുത്തി. ഈ അഹങ്കാരത്തിനുള്ള ദൈവശിക്ഷ ഒരുപാട് വൈകില്ല. അതുവരെ എല്ലാവരും അഹങ്കരിച്ച് ആസ്വദിക്കേ. ആ മുത്തശ്ശി ഒന്നും കൊണ്ട് പേടിക്കണ്ട. മുത്തശ്ശിക്ക് ഞങ്ങളുണ്ട്, മുത്തശ്ശിയുടെ കൊച്ചുമക്കള്.